പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 10ാം മാസത്തിൻ്റെ 25ാമത്തെ പ്രഭാത വന്ദനത്തെ കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചെല്ലാം. കഴിഞ്ഞ ഈ 24 രാവും പകലും നമ്മെ നടത്തിയ ദൈവത്തെ ഈ 25ാമത്തെ പ്രഭാതം കാണുവാനും ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ കണ്ട് സന്തോഷിപ്പാനും ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 136-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ജീവിത നിലവാരം എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല. ചിലർ സമ്പന്നരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിരിക്കുമ്പോൾ മറ്റു ചിലർ ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായിരിക്കും. ചിലർ നല്ല ആരോഗ്യമുള്ളവരായിരിക്കുമ്പോൾ വേറെ ചിലർ രോഗികളായിരിക്കും. ഏത് മേഖലകളിൽ നോക്കിയാലും ഉയർച്ച താഴ്ചകളിൽ കൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും യാതൊരു മുട്ടും വരികയില്ലെന്ന് അവർക്ക് വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് ചിലരുടെ ധാരണ. ഉയർച്ച എന്നതുകൊണ്ട് സാമ്പത്തികമായ ഉയർച്ച മാത്രമാണ് എന്നാണ് ഈ കൂട്ടർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ പലരെയും പല നിലകളിലും താഴ്ത്തിക്കളയാറുണ്ട്. എന്തിനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് താഴ്ത്തുന്നത്? നമുക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയും ഉണ്ടെങ്കിൽ നാം വേണ്ടതുപോലെ ദൈവത്തെ അറിയുകയോ ആരാധിക്കുകയോ ഇല്ല എന്ന് ദൈവത്തിന് നന്നായി അറിയാം. പാപം ചെയ്തു നശിക്കാതെ ഇരിക്കുവാൻ ചിലപ്പോൾ താഴ്ചകളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചെന്ന് വരും. ദൈവം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തും. ഇത് തിരിച്ചറിഞ്ഞ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചത്, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ഒരു വ്യക്തിയുടെ ശരിയായ സ്വഭാവം വെളിപ്പെടുന്നത് അയാൾ താഴ്ചയിലിരിക്കുമ്പോഴാണ് എന്ന് ദൈവത്തിന് നന്നായി അറിയാം. ഓരോരുത്തരുടെയും സ്വഭാവവും ഹൃദയ നിലവാരവും ഗ്രഹിച്ചറിയുന്നവനും പിന്നീട് അവർക്ക് നന്മ ചെയ്യുന്നവനും വേണ്ടി ദൈവം പലപ്പോഴും താഴ്ചകളിൽ കൂടെ കടത്തിവിടാറുണ്ട്. നിഗളിച്ച് നടക്കുന്നവരെ ദൈവം താഴ്ത്തിക്കളയുകയും എന്നാണ് തിരുവചനം പറയുന്നത്. ദൈവത്തെ ഭയമില്ല, വിശുദ്ധ ആരാധനയെ ബഹുമാനമില്ല, ജീവിതത്തിൽ ഉപവാസവും പ്രാർത്ഥനയുമില്ല, സത്യം ജീവിതത്തിൽ നിലനിൽക്കുന്നില്ല. ഈ കൂട്ടർക്ക് ഈ യാത്ര ഒരു വലിയ താഴ്ചയിലേക്കാണെന്നുള്ളത് ഈ കൂട്ടർ തിരിച്ചറിയുന്നില്ല. ദൈവസന്നിധിയിൽ ഉന്നത നിലയിൽ വസിച്ചിരുന്ന ലൂസിഫർ നിഗളമുണ്ടായത് നിമിത്തം ദൈവം അവനെ വെട്ടിക്കളയുകയും അവനൊരു സാത്താനായി മാറുകയും ചെയ്തു. ആകയാൽ പ്രിയ ദൈവവേദനയും ദൈവവചനം നിരസിക്കുന്നവരെയും അനുസരണക്കേട് കാണിക്കുന്നവരെയും ദൈവം താഴ്ത്തിക്കളയുകയും അവരെ സഹായിക്കുവാൻ ആരും കാണുകയുമില്ല. ആരുടെ നിലവിളിയും പ്രാർത്ഥനയും അവർക്ക് തുണയായി നിൽക്കുകയില്ല എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അവരുടെ ഹൃദയത്തെ അവർ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണു. സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. എല്ലാവരും ഉയർച്ചയുള്ളവരെ മാത്രമേ ഓർക്കുകയുള്ളൂ. തങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി താണുപോയവരെയും ആലംബഹീനരെയും സൗന്ദര്യം കുറഞ്ഞുപോയവരെയും തങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ പോലും മറന്നു കളയും. സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ അപകടന അനുഭവിക്കുന്നവരും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തപ്പെടുന്നവരും വളരെ ഏറെയാണ്. ശമൂവേൽ പ്രവാചകൻ ഈശായിയുടെ വീട്ടിൽ വിരുന്നിനും യാഗത്തിനുമായി വരുന്നു എന്നും
തൻ്റെ ഭവനത്തിലുള്ള എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്നും അറിയിച്ചിട്ടും ദാവീദിനെ മാത്രം അവർ ഒഴിവാക്കി. എന്നാൽ അവൻ്റെ താഴ്ചയിൽ ദൈവം അവനെ ഓർക്കുവാനിടയായി. നമ്മുടെ കർത്താവിന് തൻ്റെ താഴ്ചയിൽ അവൻ ന്യായം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിലും തൻ്റെ ഭക്തന്മാരുടെ താഴ്ചകളിൽ കർത്താവ് ഓർക്കുകയും അവരെ കൈവിടുകയും ചെയ്യുകയില്ല. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനെ ആമേൻ ഹല്ലേലൂയ വിടുവിക്കുവാൻ കർത്താവ് മറന്നുപോയില്ല. കർത്താവ് പത്രോസിനെ ഓർക്കുവാനിടയായി. ആമേൻ ഹന്നയുടെ താഴ്ചയിൽ ദൈവം ഓർക്കുവാനിടയായി. തലമുറയില്ലാതെ നിന്ദയും പരിഹാസവും അനുഭവിക്കുന്ന ആ ഹന്നയുടെ ജീവിതത്തിൽ ദൈവം അവളെ ഓർക്കുകയും അവളുടെ ഗർഭത്തെ തുറക്കുകയും ചെയ്യുവാനിടയായി. ലാസറിനെ ഓർക്കുവാനിടയായി. 4 ദിവസം നാറ്റം വെച്ചു. ഇനി ഒരിക്കലും അവൻ ലോകം സ്തോത്രം അവന് ജീവനോടെ കാണുകയില്ല എന്ന് അവൻ പറഞ്ഞുവെങ്കിലും ലാസറിനെ ദൈവം ഓർക്കുവാനിടയായി. 38 വർഷം കുളക്കരയിൽ ആരും കാണാതെ ഒരു മനുഷ്യൻ കിടന്നു. കർത്താവ് അവനെ ഓർക്കുവാനിടയായി. ഗദരദേശത്തിൽ ഭൂതഗ്രസ്തനായി ആരും അവൻ ഓർക്കാതെ ഒരു മനുഷ്യൻ കിടന്നു. യേശു അവനെ ഓർക്കുവാനിടയായി. ഈ പ്രഭാതം പ്രിയ ദൈവമേ, നിന്റെ കഷ്ടതയുടെ നടുവിൽ ആരും നിന്നെ ഓർക്കാതിരിക്കുമ്പോൾ, സഹായിക്കേണ്ടവരെല്ലാവരും നിന്നെ മറന്നു കളയുമ്പോൾ, നിന്റെ സഹായം അനുഭവിച്ചവർ ഈ നാളുകളിൽ നിനക്കെതിരായി അപവാദങ്ങൾ പറഞ്ഞു പരത്തുമ്പോൾ, കുഞ്ഞേ ഭയപ്പെടണ്ട കേട്ടോ, ഭാരപ്പെടണ്ട. ഈ പ്രഭാതം നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. നാളുകളായി പരിഹരിക്കാതെ കിടക്കുന്ന വിഷയത്തിനും സ്തോത്രമല്ലേ അധികാരികൾ മറന്നുപോയ വിഷയത്തിന് ഇനി ഈ വിഷയത്തിന് മറുപടി കാണില്ല എന്ന് നീ ചിന്തിച്ച് വിഷമിക്കുന്ന വിഷയത്തിന് സ്വർഗം മറുപടി തരും. സ്വർഗം നിന്നെ ഓർക്കുവാനിടയാകും. കാരണം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവദാസന്മാരെ, കഴിഞ്ഞ നാളുകളിൽ അനേകർക്ക് വേണ്ടി നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തില്ലേ? ആ പ്രാർത്ഥനയുടെ വിടുതൽ മുഖാന്തരം അനേകർ ഉന്നത സ്ഥാനങ്ങളിലും അനേക രാജ്യങ്ങളിലും സമ്പന്നരായി സന്തോഷകരമായി ജീവിക്കുമ്പോൾ, ഈ പ്രഭാതം നിങ്ങളെ ഓർക്കാതെ ഇരിക്കുമ്പോൾ ഭാരപ്പെടേണ്ട കേട്ടോ. ദൈവം നിങ്ങളെ ഓർക്കുന്ന നാളുകളാണ് ഈ നാളുകൾ. ഈ 10ാം മാസത്തിന്റെ സ്വന്തം ദിനങ്ങളിൽ ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ ഓർക്കുവാനിടയാകും. ദൈവം മറുപടി നൽകുന്ന സ്വന്തം ഒരു മാസമാണ് ഈ 10ാം മാസം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നാഥ, ഈ പ്രഭാതം നിരവധി വിഷയങ്ങളുമായി ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. അവർ സ്വന്തം വിദ്യാഭ്യാസം ചെയ്തിട്ട് ഉന്നത വിദ്യാഭ്യാസങ്ങൾ പ്രാപിച്ചിട്ട് അവർക്ക് അർഹതയായ ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. നല്ല ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. വാഹനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഭീമമായ കടഭാരങ്ങളുടെ നടുവിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാരുണ്ട്. അവരെല്ലാം ദൈവം ഓർക്കണം. ഈ ദിവസങ്ങളിൽ പുതുവഴികളെ തുറന്നു കൊടുക്കണം. തടസ്സങ്ങളെ, പ്രതികൂലങ്ങളെ സ്വർഗം അഴിക്കണം. അത്ഭുതം ചെയ്യും, അകത്തുമെടുക്കും. യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.